സംസ്ഥാന ബി.ജെ.പി. നേതാക്കന്മാരുടെ ഫണ്ട് തട്ടിപ്പിനെ സാധൂകരിക്കുന്ന തരത്തിൽ ഒരു ദൃശ്യം കൂടി പുറത്തു വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പുമായി പുറത്തു വരുന്ന ആക്ഷേപങ്ങളെല്ലാം ഉറപ്പിക്കാമെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട്. കേവലം എ.ബി.വി.പി. നേതാവായ ഒരു വ്യക്തി ഒരു ചാക്ക് പണവും വെച്ചുകൊണ്ട് സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത പഴയ ചിത്രമാണിപ്പോൾ നേതാക്കന്മാരെ കുടുക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊള്ളയിൽ ബി.ജെ.പിയെ വെട്ടിലാക്കി എ.ബി.വി.പി. നേതാവിന്റെ സെൽഫി. തെരഞ്ഞെടുപ്പ് സമയത്താണ് പാറശാല സ്വദേശിയായ സിദ്ധാർത്ഥ് നോട്ടുകെട്ടുകളുമായി സെൽഫി എടുത്തത്. നടപടി നേരിടുന്ന സംസ്ഥാന സെക്രട്ടറിയുടെ സാമൂഹ്യ മാധ്യമം കൈകാര്യം ചെയ്യുന്നയാളാണ് സിദ്ധാർത്ഥ്. കണ്ടില്ലേ, ഓപ്പൺ ചെയ്തു വെച്ചൊക്കെയാണ് നോട്ടുകെട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. ഈ ദൃശ്യം കാണുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. നിങ്ങൾ ഒരു ബാങ്കിൽ ചെന്ന് ഒരു ദിവസം എത്ര രൂപ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ കഴിയും? പരമാവധി 2 ലക്ഷം രൂപ മാത്രം. അതിനപ്പുറത്തേക്ക് ക്യാഷ് ബാങ്കുകളിൽ നിന്ന് പൊതുജനത്തിന് തരാത്ത സന്ദർഭത്തിൽ എങ്ങനെയാണ് ചാക്കുകെട്ടുകളിലും ബാഗുകളിലുമെല്ലാം ബി.ജെ.പി. നേതാക്കന്മാർക്ക് കേരളത്തിലേക്ക് കോടാനുകോടി രൂപ എത്തിയത്? ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി മാത്രം ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതാക്കന്മാരുടെ കൈവശം 1000 കോടി രൂപയോളം ഒഴുക്കി എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. എവിടെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരണ രംഗങ്ങളിലെ പണമൊഴുക്ക് എല്ലാവരും കണ്ടതാണ്. ആ പണമൊഴുക്കൽ അത് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, അത് ചാനലുകൾക്കായിക്കോട്ടെ, അത് മറ്റുള്ള പ്രൊപ്പഗൻഡകൾക്കായിക്കോട്ടെ, എല്ലാത്തിനും ചാക്ക് കണക്കിന് പണം തട്ടി. ആ പണത്തിൽ നിന്ന് ഓഡിറ്റിലൂടെ 100 കോടി രൂപയാണ് തട്ടിക്കൊണ്ടുപോയി എന്ന് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിലും അത് 100 കോടിയിൽ നിൽക്കില്ല. 300 കോടി രൂപ ബി.ജെ.പി. നേതാക്കന്മാരെല്ലാം കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന ഫണ്ട് തട്ടിക്കൊണ്ടുപോയി സ്വന്തം നിലയ്ക്ക് ആഡംബര ജീവിതം നയിക്കുകയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. പണം വന്നിരുന്നു എന്നതിന് തെളിവാണ് എ.ബി.വി.പി. നേതാവിന്റെ ഈ സെൽഫി. ഒരു എ.ബി.വി.പി. നേതാവിന് വരെ ബി.ജെ.പി. ഓഫീസിൽ വെച്ച് ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ നോട്ട് കെട്ടുകൾ അടങ്ങിയ ബാഗ് തുറന്നു വെച്ച് സെൽഫി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓഫീസിനകത്ത് എത്ര കോടി രൂപ ഇതുപോലെ ഒഴുകിയിട്ടുണ്ടാകും? സാധാരണഗതിയിൽ ക്യാഷ് ഡീലിംഗ്സ് ഒന്നും ചോട്ടാ നേതാക്കന്മാർക്ക് വരെ എത്തിപ്പെടാൻ പറ്റില്ല. പക്ഷേ ഇവിടങ്ങളിൽ നേതാക്കന്മാരുടെ സിംഗിടിയായിട്ട് നടക്കുന്നവരെയാണ് പണം അടിച്ചുകൊണ്ടു പോകാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. കാര്യം ഈ ക്യാരിയർമാരെന്ന് പറയില്ലേ, അതുപോലെ എ.ബി.വി.പി. യുവമോർച്ച നേതാക്കന്മാരാണ് പല നേതാക്കന്മാരുടെയും നോട്ട് കെട്ടുകൾ കടത്തിക്കൊണ്ടുവന്ന് സേഫ് സോണുകളിൽ എത്തിച്ചു കൊടുത്തു എന്നുള്ള കാര്യങ്ങളും ചില നേതാക്കന്മാർ അടക്കം പറയുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് ബി.ജെ.പി. നേതാക്കന്മാരുടെ ഫണ്ട് കൊള്ള 100 കോടിയാണെന്നുള്ള അനുമാനങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതല്ല, അതിനേക്കാൾ കൂടുതലും അതിനേക്കാൾ ആഴത്തിലാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി കേരളത്തിലേക്ക് ഒഴുക്കിക്കൊടുത്ത ശതകോടികൾ നേതാക്കന്മാരെ സംബന്ധിക്കുന്നിടത്തോളം ചാകരക്കാലമായിരുന്നു. അവരെ സംബന്ധിക്കുന്നിടത്തോളം ലോട്ടറി അടിച്ച അവസ്ഥയിലാണ്. പലർക്കും നോട്ടുകെട്ടുകൾ വാരാൻ പറ്റുന്നതിന്റെ പരമാവധി വാരി കൈ തളർന്നാണ് നിർത്തിയത് എന്നൊക്കെ ചില നേതാക്കന്മാർ പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തെ കോർപ്പറേറ്റ് മുതലാളിമാരുടെ കൈകളിൽ പെട്രോളും ഡീസലും ഗ്യാസിന്റെയൊക്കെ രീതിയിൽ എത്തിച്ചതിന് ശേഷം ആ പണം എങ്ങനെയാണ് ഓരോ സംസ്ഥാനങ്ങളിലും ബി.ജെ.പിയെ വളർത്താൻ വേണ്ടി അവർ ഒഴുക്കുന്നതെന്നും അതിലൂടെ ഒരു പണിക്കും പോകാതെ ഇതുവരെ ഒരു രാഷ്ട്രീയ സ്ഥാനമാനങ്ങളിൽ ലഭിക്കാത്ത ബി.ജെ.പി. നേതാക്കന്മാർ ശതകോടികളുടെ ആസ്തി നേടിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ബി.ജെ.പിയുടെ കൊടിയും പിടിച്ച് നേതാക്കന്മാരെ താങ്ങി നടക്കുന്നവർ മനസ്സിലാക്കൂ, നക്കാപ്പിച്ച നിങ്ങൾക്ക് എറിഞ്ഞു തന്നിട്ട് കോടാനുകോടിയാണ് നേതാക്കന്മാർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇവരോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ ചെയ്യുന്നതിന് കൂലി പറഞ്ഞു തന്നെ വാങ്ങിക്കണം. കാര്യം ഇവരുടെയൊക്കെ പോക്കറ്റിൽ ഇരിക്കുന്ന കോടികൾ അത് കേന്ദ്ര നേതൃത്വം തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് അയച്ചു കൊടുത്തതിന് ഇവർ വിദഗ്ധമായി അടിച്ചുകൊണ്ടുപോയ പണമാണെന്ന് ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത് നല്ലതാണ്. അല്ലാതെ പട്ടിപ്പണിയെടുത്താൽ നിങ്ങളുടെ കുടുംബത്തിന് ഇല്ലാതെ പോകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങളെ ഒപ്പം നിർത്തി അവരവരുടെ കുടുംബങ്ങൾ സേഫ് ആക്കി എന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്.